നമസ്കാരം. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ചെയ്യണം. കുറേ ആൾക്കാർ ഇപ്പോൾ പുതിയ എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ട് കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് മുമ്പ് ജോയിൻ ചെയ്ത ആൾക്കാർ അവരൊക്കെ ചോദിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. എന്താണ് ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ? എന്താണ് കണക്റ്റഡ് ടു സ്കന്ദലോക മെഡിറ്റേഷൻ? ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് ചെയ്താലുള്ള അവർക്ക് കിട്ടുന്ന അനുഭൂതി എന്താണ്? നമ്മുടെ പഴയ ആൾക്കാർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. കുറേ പേര് നമ്മുടെ ഈ മെഡിറ്റേഷനിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന കുറേ പേരുണ്ട്. നമ്മുടെ നേരിട്ടായിട്ട് നമ്മൾ പ്രോഗ്രാംസ് ഒരുപാട് നടത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ എന്താ പറയുക, അഭൂതപൂർവമായ ജനക്കൂട്ടം എന്ന് പറയില്ല, അങ്ങനെ ജനങ്ങൾ വന്നിട്ടുണ്ട്. ഗുരുവായൂരൊക്കെ നടത്തിയപ്പോൾ നമ്മൾ 7000 പേർക്കാണ് നടത്തിയത്, പല ബാച്ചുകളായിട്ട്. അതും സമയം തികയാത്തതുകൊണ്ട് നിർത്തിയത്. അതിലേക്ക് കൂടുതൽ ആൾക്കാർ വരാൻ തയ്യാറായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചാനൽ വന്ന ശേഷം എല്ലാ ഞായറാഴ്ച 10 തൊട്ട് 10:30 വരെ മെഡിറ്റേഷൻ ലൈവായിട്ടും ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് അത് പങ്കെടുത്തിട്ട് അവരുടെ എക്സ്പീരിയൻസ് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ആ സമയത്ത് പ്രോഗ്രാം നേരിട്ട് നടത്തുന്ന പ്രോഗ്രാമിലൊക്കെ അതിനെക്കുറിച്ചിട്ട് ഞാൻ വിവരിക്കാറുമുണ്ട്. ആ വിവരിച്ചതിന് അപ്പുറം ചില കാര്യങ്ങൾ പറയാനും പുതിയതായി വന്നവർക്ക് മുൻപ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അറിയിക്കാനും അതിനാണ് ഈ വീഡിയോ. ഇപ്പോഴും ഞാൻ പറയാം, നമ്മളെല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ ചാനലിൽ, നമ്മുടെ സല്യൂട്ട് ബാർ ചാനലിലും LMRK ഒഫീഷ്യൽ എന്നുള്ള വേറൊരു ചാനലിൽ, 2 ചാനലിലും നമ്മൾ ഇത് ലൈവായിട്ട് ഈ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് ഞായറാഴ്ച 10 മണി തൊട്ട് 10:30 വരെ ഇന്ത്യൻ ടൈം ട്ടാ. അതിൻ്റെ ലിങ്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ വീണ്ടും പറയണൊരു കാര്യം, എപ്പോഴും നേരിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അറ്റൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും പവർഫുൾ. അത് നമുക്ക് എപ്പോഴും നടക്കാത്ത കാരണമാണ് ഇപ്പോൾ ലൈവ് ചെയ്യുന്നത്. പക്ഷേ ലൈവ് ചെയ്യുന്ന ആൾക്കാർ ഒരു പ്രോഗ്രാം നേരിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ എന്താണ് ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ? അത് നമ്മൾ ചെയ്യുന്നത് മുരുകഭഗവാന്റെയും വല്ലലാർ സിദ്ധരുടെയും അനുഗ്രഹത്താലാണ്. വല്ലലാർ സിദ്ധരെക്കുറിച്ച് ഒരുപാട് നമ്മുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണവർക്കൊക്കെ അറിയാം. നമ്മുടെ മിഷൻ LMRK മിഷനിലെ എല്ലാ അനുഗ്രഹവും സംരക്ഷണം ചെയ്ത് നിൽക്കുന്ന ഒരു മഹാസിദ്ധനാണ് വല്ലലാർ സിദ്ധർ. നമ്മളെപ്പോഴും നമ്മുടെ പ്രോഗ്രാമിൽ 2 ഫോട്ടോ വയ്ക്കും, മുരുകൻ്റെയും വല്ലലാർ സിദ്ധരുടെയും. വല്ലലാർ സിദ്ധർ തമിഴ്നാട്ടിൽ നമ്മുടെ ഇവിടെ ശ്രീനാരായണ ഗുരുദേവനെ എങ്ങനെ ആരാധിക്കുന്നു അങ്ങനെ ആരാധിക്കുന്ന വലിയൊരു സിദ്ധനാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്നും അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ വലിയൊരു സിദ്ധനാണെന്ന് മാത്രമല്ല, മുരുകഭഗവാൻ അദ്ദേഹത്തിന് കണ്ണാടിയിൽ ദർശനം കൊടുത്തിട്ടുമുണ്ട്. ആ കണ്ണാടി ഇപ്പോഴും ചെന്നൈയിൽ ഒരു വല്ലലാർ മഠത്തിൽ വെച്ചിട്ടുണ്ട്, നമുക്ക് പോയാലും കാണാൻ പറ്റും. പിന്നെ അദ്ദേഹം നമ്മുടെ ജീവസമാധി എല്ലാവർക്കും അറിയാം. നമ്മുടെ മഹർഷിമാരും സിദ്ധന്മാരൊക്കെ ചെയ്യണതാണ്. നമ്മുടെ ഫിസിക്കൽ ബോഡി വേണ്ടാന്ന് വെച്ച് ആസ്ട്രൽ ബോഡി എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെയുള്ള വേറൊരു ബോഡി, അതായത് നമുക്ക് ചുറ്റുമുള്ളൊരു ഓരോ മാതിരിയുള്ള ആസ്ട്രൽ ബോഡി, അതിൽ വർക്ക് ചെയ്യുന്നതിനാണ് സമാധി എന്ന് പറയുന്നത്. ഒരുവിധ എല്ലാ മഹാക്ഷേത്രങ്ങളും സിദ്ധർ സമാധിയാണ്. ഇവിടെ വല്ലലാർ സിദ്ധര് വളരെ അപൂർവമായി നടക്കുന്നൊരു സമാധി ചെയ്യുകയാണ് ചെയ്തത്. ഫിസിക്കൽ ബോഡി ഇത് നേരിട്ട് ലൈറ്റ് ബോഡി ആയിട്ട് മാറി പ്രകാശമായി ജ്യോതി രൂപത്തിൽ മാറുക ചെയ്യണം. അതാണ് വല്ലലാർ സിദ്ധരുടെ ഏറ്റവും മഹനീയമായ സമാധി. അദ്ദേഹം ഒരു അച്ഛനെ പോലെ എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ പ്രസ്ഥാനത്തിനെ നയിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സമാധി ആയ സ്ഥലം വടലൂരാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ആശ്രമമുണ്ട്. വലുതാണ്, ഭയങ്കര വലുത്. അതിൻ്റെ അടുത്താണ് അദ്ദേഹം ജനിച്ച വീട്. കുറച്ച് കിലോമീറ്ററുള്ള വ്യത്യാസം. പിന്നെ ഈ ജ്ഞാനസഭ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സമാധിയായ സ്ഥലം വേറെ, അതിന് തൊട്ടടുത്താണ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ജ്ഞാനസഭ എന്നറിയപ്പെടുന്ന അദ്ദേഹം സ്ഥാപിച്ച വല്ലലാർ മഠത്തിൻ്റെ മെയിൻ സ്ഥലം അവിടെയാണ്. അവിടെ ഒരു ജ്യോതിയുണ്ട്, ഒരു പ്രകാശം. അത് വല്ലലാർ സിദ്ധര് വെളിച്ചം ജ്യോതി രൂപത്തിലേക്ക് സമാധിയായ ദിവസത്തിനും പ്രത്യേകതയുണ്ട്. തൈപ്പൂയ ദിവസമാണ് അത് നടക്കുന്നത്. അപ്പോൾ ആ തൈപ്പൂയ ദിവസം അവിടെയുള്ള ജ്യോതി ആ ദിവസം മാത്രമേ അത് ഓപ്പൺ ചെയ്യുള്ളൂ. 7 സ്ക്രീൻ വെച്ചിട്ട് മറച്ചിട്ടുണ്ടാവും. തൈപ്പൂയ ദിവസം ലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടെ വരും. ഓരോ സ്ക്രീൻ മാറ്റി അവസാനം ആ ജ്യോതി കാണിക്കുന്ന ഇത് കാണാൻ വേണ്ടിയിട്ട്
ലക്ഷക്കണക്കിന് ആൾ വരും. ആ ദിവസം മാത്രമേ അത് ഓപ്പൺ ചെയ്യുള്ളൂ. അല്ലാത്ത ദിവസം പോയാലും നമുക്ക് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് വരാം. വടലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വടലൂർ ഈ മഠമുണ്ട്, ജ്ഞാനസഭയുണ്ട്, അദ്ദേഹം സമാധിയായി അടുത്ത് തന്നെയുണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമുണ്ട്. ഇതെല്ലാം കാണാം. കണ്ണാടി ഇരിക്കുന്നത് ചെന്നൈയിലുള്ള സ്ഥലത്താണ്. അപ്പം അദ്ദേഹം നമ്മുടെ ആത്മാവ് എങ്ങനെ പ്യൂരിഫൈ ചെയ്ത് നമ്മുടെ ശരീരം ലൈറ്റ് ബോഡി എന്നുള്ള ലെവലിലേക്ക് മാറാനുള്ള ഏറ്റവും മഹനീയമായൊരു കാര്യം ചെയ്തതാണ് ആ മഹാസമാധി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടിയും മുരുകാൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് നമ്മൾ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഈ മെഡിറ്റേഷൻ എപ്പോഴും നമ്മൾ നേരിട്ട് ചെയ്യുമ്പോഴും നമ്മുടെ നമ്മുടെ ലൈവ് ചാനലിൽ ചെയ്യുമ്പോഴും 15 മിനിറ്റാണ് നമ്മളത് ചെയ്യാറ്. ഈ 15 മിനിറ്റും വല്ലാർ സിദ്ധരുടെ ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്യും. അരുൾപ്പെരും ജ്യോതി അരുൾപ്പെരും ജ്യോതി തനുപ്പെരും കരുണൈ അരുൾപ്പെരും ജ്യോതി എന്ന് പറയുന്ന ആ ഒരു പാട്ട് പ്ലേ ചെയ്ത് നമ്മൾ അതിനോട് നമ്മൾ ആ പ്രകൃതിയോട്, യൂണിവേഴ്സലിനോട് നമ്മുടെ ആത്മാവിനെ സ്വതന്ത്രമാക്കി അതിലേക്ക് വിട്ട് ആ അനുഭൂതി നമ്മൾ നുകരുക ചെയ്യണത് ആ മെഡിറ്റേഷൻ ടൈമിൽ. അതൊരു 15 മിനിറ്റാണ് ചെയ്യാറ്. കണക്റ്റഡ് ടു സ്കന്ദലോകം എന്ന മെഡിറ്റേഷൻ, അവിടെ നമ്മളൊരു മ്യൂസിക് വെക്കാറുണ്ട്. അത് മുരുകാൻ്റെ ലോകം, സ്കന്ദലോകം. ആ സ്കന്ദലോകത്തിന് 2 കാവൽക്കാരുണ്ട്, സുമേഹ സുദേഹ. അവരുടെ അനുഗ്രഹം വാങ്ങി ആ സ്കന്ദലോകത്തിലേക്ക് പ്രവേശിക്കാൻ എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിറ്റേഷനാണത്. സ്കന്ദലോകത്തിനെ കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് എഴുതിയത് കാളിദാസനാണ്. കുമാരസംഭവത്തിൽ അദ്ദേഹം അത് ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ലോകം, വേറൊരു ഡയമെൻഷനുള്ള മനോഹര ലോകത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുക, നമ്മുടെ ആത്മാവ് അതിനോട് എത്തിപ്പെടാൻ മാത്രം ലെവലിലേക്ക് നമ്മുടെ ആത്മാവ് പ്യൂരിഫൈ ആവുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹിന്ദു വിശ്വാസമനുസരിച്ച് പല ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ജന്മത്തിലെത്തിക്കുക. നമ്മുടെ ഹിന്ദു വിശ്വാസപ്രകാരമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ പുനർജന്മമുണ്ടോ, അത് ഡിബേറ്റബിൾ, അങ്ങനത്തെ കുറേ ചർച്ചകളൊക്കെ വരാം. പക്ഷെ അതൊന്നല്ല നമ്മൾ വിശ്വസിക്കുന്നു. ഈ വിശ്വാസമാണ്, ഹിന്ദു വിശ്വാസമാണ്, അത് ശരിയാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ ആ വിശ്വാസപ്രകാരം നമ്മൾ പുനർജന്മം പല ജന്മങ്ങളിലൂടെയാണ് ഇവിടെ എത്തിച്ചേരുന്നത്. നമ്മൾ ഈ ഭൂമിയിലേക്ക് നമ്മുടെ ആത്മാവ് വരുമ്പോൾ അതൊരു റോ മെറ്റീരിയലാണ്, റോ എനർജിയാണ്. ആ റോ എനർജി സഞ്ചരിച്ച് യൂണിവേഴ്സിൽ പല ജന്മങ്ങളിലൂടെ സഞ്ചരിച്ച് ഗോഡ് എന്ന പ്യുവർ എനർജി, ആ എനർജിയിൽ പോയി മെർജാവണതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഒരു റോ എനർജി ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പ്യൂരിഫൈ നേരെ ഭഗവാന്റെ പ്യുവർ എനർജി അതിലേക്ക് പോയി മെർജാവുന്നതിനാണ് നമ്മൾ വിഷ്ണു ലോകത്തെത്തുക, ശിവപാദം പോകുക, മോക്ഷം എന്നുള്ള വാക്ക്. കാരണം ഈ പ്യുവർ എനർജിയിൽ നമ്മൾ പോയി മെർജാവണമെങ്കിൽ നമ്മുടെ ആത്മാവും ശുദ്ധമാവണമെങ്കിൽ എങ്ങനെ ശുദ്ധമാവാം, അങ്ങനെയുള്ളൊരു ചിന്ത വരാം. അതെങ്ങനെ ശുദ്ധമാവാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ഗുരുക്കന്മാർ ഓരോ വഴികളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വഴികളിലൂടെ അവർ ഗൈഡ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ വഴിയിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധമായി തീരും. ഇതാണ് നമുക്ക് എഴുതി വെച്ച കാര്യങ്ങൾ. അങ്ങനെ ഒരു വഴിയാണ് ഈ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ. നമ്മുടെ ആത്മാവിനെ ശുദ്ധമാക്കി വല്ലലാർ സിദ്ധർ ചെയ്ത പോലെ ആ ജ്യോതി രൂപത്തിലേക്ക് ലയിച്ചു തരിക. അതാണ് ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ എന്ന വഴി. ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് നമ്മുടെ ഗുരുക്കന്മാർ തന്ന നിയമങ്ങൾ പാലിക്കണമെങ്കിൽ പാലിക്കാം, പാലിക്കാതിരിക്കണമെങ്കിൽ പാലിക്കാം. പക്ഷെ നിങ്ങൾക്കൊരു ടൈം വളരെ വളരെ കുറവാണ്. ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. നമ്മളൊരു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കളിക്കാൻ ഇറങ്ങിയാൽ നമുക്ക് ഗോളടിക്കാം, ഉഴപ്പി കളിക്കാം, എന്ത് ചെയ്താലും അവസാനം ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് വെളിയിൽ പോകണം. നമ്മളൊരു ജന്മം എടുത്ത് വരുമ്പോൾ നമുക്ക് ആ കളി നിയമങ്ങൾ നമ്മുടെ റെഫറി തരുമ്പോൾ അതിനോടനുബന്ധിച്ച് ഭംഗിയായിട്ട് ആ നിയമങ്ങളനുസരിച്ച് കളിച്ചാൽ നമുക്ക് ഗോളടിക്കാം, നമ്മൾ പ്യൂരിഫൈ ആവാം. അല്ലെങ്കിൽ നമ്മളിതൊന്നും തെറ്റാണെന്ന് പറഞ്ഞ് ഉഴപ്പി കളിക്കാം. പക്ഷേ റെഫറി വിസിൽ വിളിക്കുമ്പോൾ നമ്മുടെ ആ ജന്മം കഴിഞ്ഞു. പിന്നെ നമുക്ക് അടുത്ത ഗ്രൗണ്ടിൽ പോയിട്ട് വീണ്ടും ഇതെല്ലാം ആവർത്തിക്കണം. അപ്പം ചോയ്സ് നമ്മുടെയാണ്, വേണമോ വേണ്ടയോ. പക്ഷെ ടൈം നമുക്ക് സമയമുണ്ട്, സ്ഥലമുണ്ട്, നിയമങ്ങളുണ്ട്. അതിനുള്ളിൽ നമ്മൾ ചെയ്തു തീർക്കണം.
നമ്മൾ ആദ്യത്തെ ജന്മത്തിൽ തന്നെ ചെയ്ത് തീർത്താൽ നമ്മൾ നേരെ പോയി ഗോളിലേക്ക് മെർജാവാം. അല്ല, ഉഴപ്പി കളിച്ചാൽ അടുത്ത ഗ്രൗണ്ടിലും ഓടിത്തളരാം. അവിടെ ഉഴപ്പി കളിച്ചാൽ അടുത്ത ഗ്രൗണ്ടിൽ ഓടിത്തരും. അത് ജന്മജന്മാന്തരങ്ങളുടെ തുടർച്ചയായിട്ട് വരും. ഇതാണ് ഹിന്ദു വിശ്വാസത്തിൻ്റെ ഒരു എന്താ പറയുക അടിസ്ഥാനം. അപ്പോൾ നമുക്ക് കളിക്കണ കളി ഗ്രൗണ്ടിൽ നമ്മൾ ഭംഗിയായിട്ട് കളിക്കാൻ വേണ്ടിയുള്ള നിയമങ്ങൾ നമ്മൾ ഗുരുക്കന്മാർ വയ്ക്കുമ്പോൾ അത് മനസ്സിലാക്കി, അത് ഏത് ഗുരുക്കന്മാരും ഒരുപാട് ആൾക്കാർ പല വഴികൾ പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു. അതിലേതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുത്ത് അതിനോട് യോജിച്ച് നമ്മൾ ആ നിയമങ്ങൾ പാലിച്ച് ഭംഗിയായി കളിച്ചാൽ നമ്മുടെ ആത്മാവി പ്രകൃതിയോടും ഭഗവാനെ സംശുദ്ധമായ ആ ഊർജ പ്രവാഹത്തിലും ലയിച്ചു ചേരാൻ പറ്റും. അതിന് സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ. ഒപ്പം കണക്റ്റിംഗ് ടു സ്കന്ധലോകവും അതാണ്. ഇതൊക്കെ ഞാൻ എല്ലാവരുടെയും പറയണതാണ്. അതിനോടൊപ്പം പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതാണ് പഴയ ആൾക്കാർക്കും ഇത് നേരത്തെ പറഞ്ഞതെല്ലാം പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ്, ഇതുവരെ പങ്കെടുക്കാത്തതും ഇപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയാണ്. പഴയ ആൾക്കാർക്കും പുതിയ ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള അടുത്ത 1-2 കാര്യങ്ങളോട് പറയാം. നമ്മൾ പറയുന്നു ഇത് മുരുകയുഗമാണ്, കാർത്തിക നക്ഷത്രങ്ങളുടെ അവിടുത്തെ എനർജി കൂടുതൽ വരുന്ന ഒരു സമയമാണ്. ആ എനർജി റിസീവ് ചെയ്യാനുള്ള ആൻ്റണിയാണ് ഓം ശരണഭവായ നമഃ. അപ്പോൾ നമ്മളത് സ്വീകരിച്ച് മുരുക യുഗത്തിൽ ഭഗവാന്റെ ആൾക്കാരായി നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ നല്ലതിലേക്ക് സഞ്ചരിക്കാൻ ഈ മെഡിറ്റേഷനുകൾ സഹായിക്കും. കാരണം ലൈറ്റ് ബോഡീസ് എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അതെല്ലാ മതത്തിലുണ്ട്, ഹിന്ദു മതത്തിലുണ്ട്, ബുദ്ധ മതത്തിലല്ലാണ്ട്. അതെങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഓറ അല്ലെങ്കിൽ ആസ്ട്രൽ ബോഡി പവർഫുള്ളാക്കുക. അങ്ങനെ പവർഫുള്ളാക്കുന്നവരെയാണ് ലൈറ്റ് ബോഡീസ് എന്നുള്ള ഒരു പ്രയോഗം നിലവിലുള്ളത്. അത് ബുദ്ധമതത്തിലും ഹിന്ദുമതത്തിലും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആസ്ട്രൽ ബോഡി, നമ്മുടെ ഓറ മാലിന്യങ്ങളില്ലാണ്ട് പവർഫുള്ളാക്കാൻ നിങ്ങളെ ഈ മെഡിറ്റേഷൻ സഹായിക്കും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ സെല്ലുകൾ, ബോഡി അവിടെ എല്ലാം കൂടുതൽ ആക്ടിവേറ്റ് ആവാനും നമ്മളൊരു എനർജി ഫീൽഡ് കൂടുതലും പവർഫുള്ളാവാനും ആസ്ട്രൽ ബോഡി പവർഫുള്ളാവാനും ഈ മെഡിറ്റേഷൻ നിങ്ങളെ സഹായിക്കും. ഇതെല്ലാം പറയുമ്പോൾ മെഡിറ്റേഷന് വേണ്ടി ഒരു പരസ്യ പ്രചാരണം നടത്താനുള്ള പരിപാടിയാണെന്ന് വിചാരിക്കേണ്ട. കാരണം ഈ മെഡിറ്റേഷൻ തീർത്തും സൗജന്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എവിടെ പ്രോഗ്രാം നടത്തിയാലും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഓൺലൈനിൽ ചാനലിലൂടെ ലൈവ് ചെയ്യുമ്പോഴും സൗജന്യമാണ്. അപ്പോൾ നമുക്കിത് പരസ്യം ചെയ്ത് ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുത്ത് എന്തെങ്കിലും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കണ ഒരു പ്രക്രിയയും ഇല്ലാത്ത കാരണം കിട്ടേണ്ട ആൾക്കാർക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്നുള്ള നല്ല ഒരു മനസ്സുകൊണ്ട്, നല്ലൊരു വിചാരം കൊണ്ട്, നല്ലൊരു ചിന്താഗതി കൊണ്ട് പറയുന്ന കാര്യമാണ്. ഇതാ പരസ്യം കൊണ്ടുവരണു, മെഡിറ്റേഷൻ ആളെ കൂട്ടാൻ നോക്കണമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശമില്ല. നമ്മുടെ നല്ലതെന്ന് നമുക്ക് ഭഗവാൻ തന്നൊരു നല്ലതെന്ന് 10 ആൾക്കാർക്ക് കിട്ടിയാൽ കിട്ടിക്കോട്ടെ എന്ന് പറയുന്നതാണ്. കാരണം നമ്മുടെ ലൈറ്റ് ബോഡി മെഡിറ്റേഷനിൽ വന്ന ആൾക്കാർ വീണ്ടും വീണ്ടും എല്ലാം ആവർത്തിച്ച് ഈ പരിപാടിക്ക് വരും. കാരണം അവർക്ക് കിട്ടണ അനുഭൂതി അത്രയാണ്. അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് കിട്ടട്ടെ എന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 2, ഈ മെഡിറ്റേഷനിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്നും മറ്റ് പങ്കെടുത്ത ആൾക്കാരും എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് തരുന്നവരാണ്. നിങ്ങൾക്കൊരു ബിസിനസ്മാനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല നിർണായക ഘട്ടങ്ങളും വരും, ചില തീരുമാനങ്ങൾ എടുക്കേണ്ട ഘട്ടങ്ങൾ. ആ തീരുമാനം ഷാർപ്പായിട്ടെടുക്കാൻ നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ സഹായിക്കും. കാരണം അങ്ങനെ പലരും എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ടെൻഷൻ പിടിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ, ഇനി ഒന്നുമില്ല, ഒരു രക്ഷയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അപ്പുറത്തൊരു വെളിച്ചമുണ്ടെന്ന് നിങ്ങളെ ബോധവാന്മാക്കാൻ ഈ മെഡിറ്റേഷൻ സഹായിക്കും. അത്രയും മെസ്സേജുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് മെഡിറ്റേഷൻ പറഞ്ഞു കൊടുത്ത് അവരെ പങ്കെടുപ്പിച്ച് കഴിഞ്ഞാൽ അവർ ലഹരിയുടെ ലോകത്തിലേക്ക് ഒരിക്കലും പോവില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പോണവർ അതിന് തിരിച്ചു വരുന്ന പ്രവണതയും കാണിക്കും. അങ്ങനെയും കുറച്ച് മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കാൻ ഈ മെഡിറ്റേഷൻ നിങ്ങൾക്ക് സഹായിക്കും. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നിങ്ങളുടെ ജീവിതം മാറാൻ ഈ മെഡിറ്റേഷൻ നിങ്ങളെ സഹായിക്കും. അതും ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം അനുഭവങ്ങളുള്ള ആൾക്കാരുടെ മെസ്സേജുകൾ കിട്ടിയപ്പോൾ
ഇത്രയൊക്കെ അനുഭവങ്ങൾ ഈ മെഡിറ്റേഷനോട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുകയും നിങ്ങളെ തയ്യാറാക്കുകയും ഈ മുരുകയുഗത്തിൽ ഭഗവാന്റെ ഭക്തന്മാരായി നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റാനും മെച്ചപ്പെട്ട ചിന്താഗതികളായി നിങ്ങളുടെ ചിന്തകളെ മാറ്റാനും മെച്ചപ്പെട്ട പൗരനായിട്ട് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാനും നിങ്ങൾക്ക് കഴിയാൻ ഇത് സഹായമാവേണ്ടതെന്ന് പല ആൾക്കാരുടെ എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. കാരണം ഒരുപാട് പുതിയ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഇതെന്തിന്, എങ്ങനെ, എന്തുകൊണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്തൊരു വീഡിയോ ചെയ്ത് പഴയ ആൾക്കാർക്കും പുതിയ ആൾക്കാർക്കും ആ ഗുണം കിട്ടട്ടെ എന്നുള്ള സത്യസന്ധമായ ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇതൊരു പരസ്യമല്ല, പരസ്യം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ ബെനിഫിറ്റ് ഇല്ല, മണി ബെനിഫിറ്റ് ഇല്ല. ഇത് എന്താ പറയുക, നമ്മൾ തീർത്തും സൗജന്യമായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. നേരിട്ടുള്ള പ്രോഗ്രാമായാലും ലൈവ് പ്രോഗ്രാമാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി തോളോട് തോൾ ചേർക്കുന്ന നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനുള്ളൊരു വഴി ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വഴി നിങ്ങളിലേക്ക് തീർത്തും സൗജന്യമായി ഏറ്റവും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യണം മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. കാരണം അതെൻ്റെ ഒരു ഡ്യൂട്ടിയാണ്, ദൗത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഉറപ്പിക്കുക, നിങ്ങളുടെ മക്കൾക്ക് ഈ മെഡിറ്റേഷൻ ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇത് കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. അങ്ങനെ വിശ്വസിക്കേണ്ട ആൾക്കാരല്ലാന്ന് നിങ്ങൾക്ക് എനിക്കറിയാം. ഒരിക്കലും നിങ്ങളത് വിശ്വസിക്കരുത്. തുടർച്ചയായി ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും, കുട്ടികളുടെ പഠിപ്പിൽ, അങ്ങനത്തെ പല കാര്യങ്ങളിലും ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യണമെന്ന് സ്വയം നോക്കുക. അത് എന്നോട് പറയണമെങ്കിൽ പറയാം, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അനുഭവിക്കുക. കാരണം നിങ്ങളുടെ അനുഭവം, നിങ്ങളുടെ അനുഭൂതി, അതാണ് ഈ മെഡിറ്റേഷനിലൂടെ ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹമായി തരുന്നത്. ഞാൻ വീണ്ടും പറയുന്നത്, ഈ മെഡിറ്റേഷൻ പങ്കെടുക്കുന്നവർ വീണ്ടും വീണ്ടും വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ തന്നെ ഒരുപാട് പേരുണ്ട്. ഈ മെഡിറ്റേഷനിൽ പങ്കെടുത്ത് ഒരുപാട് അനുഭവങ്ങൾ, വളരെ മനോഹരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ കിട്ടിയ ഒരുപാട് പേര് ഈ വീഡിയോ കണ്ടാവും. നേരിട്ട് പങ്കെടുത്ത ആൾക്കാർ, അതിലത്തെ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് കിട്ടിയ അനുഭൂതി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പറ്റുന്നവർ ഈ വീഡിയോയുടെ ഇടയിൽ കമൻ്റായിട്ട് എഴുതുക. ആരും നിർബന്ധിക്കുന്നില്ല. കാരണം തിരിച്ചും പറയും, കമൻ്റായിട്ട് പറയാമെന്ന നമ്മുടെ ആൾക്കാരെ കൊണ്ട് പറയിച്ച് കമൻ്റ് ഇടും എന്നൊക്കെ പറയും. അങ്ങനെ അതൊന്നും ഉദ്ദേശമില്ല. മറ്റുള്ളവർക്കൊരു സഹായം ആവട്ടെ എന്ന് വെച്ചിട്ടുള്ളൂ. അപ്പോൾ പറ്റണവർ അത് ചെയ്യുക. പക്ഷെ ഞാൻ ഉറപ്പ് പറയണു, ഭഗവാൻ വല്ലലാർ സിദ്ധരുടെ അനുഗ്രഹത്താൽ ലൈറ്റ് ബോഡി മെഡിറ്റേഷനും കണക്റ്റഡ് ടു സ്കന്ദലോക മെഡിറ്റേഷനും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തലങ്ങൾ സമ്മാനിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ കുട്ടികൾക്ക്, നിങ്ങളറിയുന്ന ആൾക്കാർക്കും ഈ ലിങ്ക് അയച്ചു കൊടുക്കുക. കാരണം ഇത് ഫ്രീ ആണല്ലോ. നിങ്ങൾ ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചോദിക്കൂ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇത് പരസ്യമാണോ, എന്തുകൊണ്ടാണ്, ഇത് വേണമെങ്കിൽ പങ്കെടുക്കാൻ പറഞ്ഞാൽ മതി. കാരണം ഇത് തീർത്തും സൗജന്യമാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പങ്കെടുക്കുക, ആവശ്യമില്ലെങ്കിൽ വേണ്ട എന്ന് പറയുക. ഇതും ഞാൻ നിർബന്ധമായിട്ട് പറയണതല്ല, അവർക്ക് ഗുണം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. നീ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുക്കുകയും വേണ്ട. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ തീരുമാനം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കാൻ ഭഗവാന്റെ അനുഗ്രഹത്താലും വല്ലലാർ സിദ്ധരുടെ അനുഗ്രഹത്താലും കണക്റ്റിംഗ് ടു സ്കന്ദലോക എന്ന മെഡിറ്റേഷനും ലൈറ്റ് ബോഡി മെഡിറ്റേഷനും നിങ്ങളെ സഹായിക്കും. അത് എനിക്ക് ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങളത് പങ്കെടുക്കുക. ലൈവ് പ്രോഗ്രാം ആണ് നമ്മുടെ സല്യൂട്ട് ബാർ ചാനലിലും LMRK ഒഫീഷ്യൽ ചാനൽ, രണ്ടിലും ലിങ്ക് എല്ലാ ഗ്രൂപ്പിലും ഇടാം. നേരിട്ട് ഇപ്പോൾ ഒന്നും നടത്തേണ്ടാവില്ല. പക്ഷെ നേരിട്ട് നടത്തുന്ന സമയത്ത് നേരിട്ട് വന്ന് പങ്കെടുക്കുക. എന്തായാലും ഒരുപാട് സന്തോഷം. ഭഗവാന്റെ അനുഗ്രഹ വർഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവട്ടെ. ഏറ്റവും സ്നേഹത്തോടു കൂടി ഓം ശരവണഭവായ നമഃ. ജയ് പഴനിയാണ്ടവ.